മുൻ MLA PV അൻവർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. യെസ്, ശ്രീ PV അൻവർ, സ്വാഗതം. ശ്രീ PV അൻവർ, ഇന്നലെ ശ്രീജിത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ പരാതി നൽകിയതിന് പിന്നാലെ പരാതി പിൻവലിക്കാൻ പല മേഖലകളിൽ പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായി. പ്രത്യേകിച്ചും CPM രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ സമ്മർദ്ദമുണ്ടായി. കാരണം ഇത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കളങ്കം വരുത്തും. അതുകൊണ്ട് ഈ പരാതി പിൻവലിക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ഏതൊക്കെ കോണുകളിൽ നിന്ന്, ഏതൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, എത്ര പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത്? അത് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പൊളിറ്റിക്കലായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മോശപ്പെട്ട ചെയ്തികൾ ഉയർത്തിക്കൊണ്ടാണല്ലോ, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നത്. ശ്രീജിത്ത് നൽകിയ ഈ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചിട്ടാണ് അന്നത്തെ മലപ്പുറം SP-ക്ക് ഞാൻ മെയിൽ നൽകുന്നതും അതിൻ്റെ നടപടിയെക്കുറിച്ച് അറിയിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു മറുപടിയും കിട്ടിയില്ല. അതിനുശേഷമാണ് പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെല്ലാം ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോ സമയത്തായിട്ട് എനിക്ക് പൊതുസമൂഹത്തോട് പറയേണ്ടി വന്നത്. ശ്രീജിത്തിൻ്റെ രാജി ഇപ്പോൾ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരവസ്ഥയിലാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് രാജിവെച്ചു, അതുപോലെ തന്നെ മറ്റൊരു DYSP എന്നെയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് DYSP ഷാജിയെ സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിച്ച കേസ് അന്വേഷിച്ചിരുന്ന രണ്ടാമത് അന്വേഷിച്ച DYSP-യാണ് ശ്രീ ഷാജി. അദ്ദേഹം നൽകിയ റിപ്പോർട്ടുകൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും പോലീസിൻ്റെ കേസ് വളച്ചൊടിക്കാൻ എടുത്ത നിലപാടുകളെക്കുറിച്ച് വളരെ വിശദമായി പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഫലമായിട്ടാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത്. വലിയ കോളിളക്കം പൊളിറ്റിക്കലി സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ. അതിൽ ഒരു ഘട്ടത്തിൽ CPM ലീഡർഷിപ്പിനെ പോലും അതിൽ പ്രതിയാക്കുന്ന രീതിയിലേക്ക് ആ കേസന്വേഷണം ആദ്യം അന്വേഷണ സംഘം കൊണ്ടുപോയിരുന്നു. ആ കാര്യങ്ങൾ മുഴുവൻ ഈ രണ്ടാമതുള്ള അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം DYSP ഷാജി വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ DYSP ഇപ്പോൾ സസ്പെൻഷനിലാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ കേരളത്തിലെ പോലീസിലെ ഇത്തരത്തിലുള്ള ഞാൻ പറയാറുള്ള ക്രിമിനൽ സംഘത്തിൻ്റെ ചെയ്തികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അന്വേഷണം നടത്തി കണ്ടെത്തിയ ഒരു ഉദ്യോഗസ്ഥനും പരാതി നൽകിയ മറ്റൊരു ഉദ്യോഗസ്ഥനുമാണ് ശ്രീജിത്ത്. ശ്രീജിത്തിന് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. അദ്ദേഹം രാജിവെക്കുന്നു. DYSP ഷാജി ഇനി എന്തായിത്തീരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥ. ഇതിലെ മുഖ്യ പ്രതിയായ അന്നത്തെ SP സുജിത് ദാസ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസുകൾ നടക്കുകയാണ്. എന്നെ അന്വേഷിച്ച് എന്നിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ കക്ഷിയാണ്. ആ കേസ് നിലനിൽക്കുകയാണ്. ഈ പറയുന്ന ശ്രീ അജിത് കുമാറിന് മലപ്പുറം SP-ക്ക് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് കേരളത്തിലെ പോലീസിന്റെ ഇന്നത്തെ അവസ്ഥ. ശ്രീജിത്തിന്റെ പരാതിയാണ് താങ്കൾ ഏറ്റെടുത്തിരുന്നത്. പിന്നീടത് താങ്കളെ മുഖ്യമന്ത്രി തന്നെ വിളിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം താങ്കൾക്ക് ഉറപ്പ് നൽകിയിരുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി. പക്ഷെ ഇന്നലെ ശ്രീജിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിട്ടില്ല എന്ന്. അദ്ദേഹം സംശയം പ്രകടിപ്പിച്ച ചില ആളുകളുണ്ടായിരുന്നു, അവരുടെ ഒന്നും മൊഴിയെടുത്തിട്ടില്ല. അപ്പോൾ ആ അന്വേഷണം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത്? അത് ഇന്നലെ ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശരിവെക്കപ്പെടുന്നുണ്ട്? അല്ല, അതിൽ മരം മുറിച്ചു കളവായി കടത്തിക്കൊണ്ടുപോയി എന്നതൊരു വസ്തുതയാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല.